മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പരിസ്ഥിതി ആഘാത പഠനത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ പരിസ്ഥിതി ആഘാത പഠനത്തിന് അനുമതി നൽകുകയും അതിൻ്റെ ടേംസ് ഓഫ് റിഫറൻസിന് തയ്യാറാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേരേണ്ടിയിരുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉന്നത വിദഗ്ധ സമിതി യോഗമായിരുന്നു ഈ വിഷയം പരിഗണിക്കേണ്ടിയിരുന്നത്. ജനുവരിയിൽ കേരളം നൽകിയിരുന്ന അപേക്ഷയിലായിരുന്നു പിന്നീട് ഈ വിദഗ്ധ സമിതിക്ക് റെഫർ ചെയ്യുകയും വിദഗ്ധ സമിതി ഇന്ന് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഈ വിദഗ്ധ സമിതി ഇക്കാര്യത്തിൽ കേരളത്തിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ഇന്നത്തെ യോഗം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് യോഗം റദ്ദാക്കിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം ഈ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്നില്ല. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ യോഗം റദ്ദാക്കുന്നുവെന്നാണ് ഔദ്യോഗികമായ വിശദീകരണമുള്ളത്. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ യോഗം റദ്ദാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനി പുതിയ സർക്കാർ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേറ്റ് വന്നതിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് ഇക്കാര്യത്തിൽ യോഗം ചേരുകയും അതുപോലെ തന്നെ യോഗം കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഏതായാലും കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇന്നത്തെ യോഗത്തെ നോക്കിക്കണ്ടിരുന്നത്. ആ യോഗമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്.